ശബരിമല സന്നിധാനത്ത് ചൊവ്വാഴ്ച മുതൽ കേരളീയ സദ്യ വിളമ്പും. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു വരുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. തിരക്ക് നിയന്ത്രിക്കാൻ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കും. ഇന്നലെ 97,000 ഭക്തർ ശബരിമലയിൽ ദർശനം നടത്തി. ചോറ്, പരിപ്പ്, സാമ്പാർ, അവിയൽ, അച്ചാർ, തോരൻ, പപ്പടം, പായസം എന്നിങ്ങനെ ചുരുങ്ങിയത് 7 വിഭവങ്ങൾ ഇനി മുതൽ സന്നിധാനത്തെ ഉച്ചഭക്ഷണ മെനുവിൽ ഉണ്ടാകും. സദ്യയ്ക്കുള്ള പായസം ഓരോ ദിവസവും മാറി മാറി നൽകും. ഭക്ഷണം നൽകാൻ പ്രത്യേക പ്ലേറ്റുകൾ എത്തിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. തിങ്കളാഴ്ച തൊട്ട് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷേ അത് പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം ചൊവ്വാഴ്ച മുതൽ നമ്മുടെ സദ്യ കഴിക്കാം. ക്രമീകരണങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാരണം പാത്രം വാങ്ങണം. ഇലയിൽ സദ്യ വിളമ്പാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇല കിട്ടുന്നത് മാത്രമല്ല, ഇല ഡിസ്പോസലാണ് പ്രശ്നം. ആനയെ ആകർഷിക്കുന്നവരെ പറയുന്നതിന് ഇത്ര ഇല ഇവിടെ വന്നാൽ. തിരക്ക് നിയന്ത്രിക്കാൻ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കും. പോലീസിൻ്റെ നിയന്ത്രണത്തിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരും. അത് ശ്രീജിത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ എരുമേലിയിലും അത് കുറച്ച് കർശനമായിട്ട് തന്നെ പറഞ്ഞത്. കാനനപാത വഴി അനധികൃത പാതകളിലൂടെ വരാൻ പാടില്ല. ഇന്നലെ 97,358 ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. 1000-ന് മുകളിൽ തീർത്ഥാടകർ പ്രതിദിനം പുല്ലുമേട് വഴിയും ശബരിമലയിൽ എത്തുന്നുണ്ട്. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.